എൻ്റെ പേര് റുക്സാന. ഞാൻ MBA പാസ് ഔട്ടാണ്. ആ വർഷം തന്നെയാണ് ഞാനിവിടെ ICDയിൽ ജോയിൻ ചെയ്യുന്നതും. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് 2 ആഴ്ചയ്ക്കകം തന്നെ എക്സാംസ് വന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇവിടുത്തെ ക്ലാസ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ മോർണിംഗ് ബാച്ചിലായിരുന്നു. 8 o'clock ബാച്ചായിരുന്നു. നമുക്കൊരു 11-11:30 വരെ ക്ലാസ്സസ് കാണും. അത് കഴിഞ്ഞ് നമുക്ക് ലൈബ്രറി യൂസ് ചെയ്യുന്നതാണ്. അവിടെ എല്ലാം ഓരോ സെഷൻ അനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരുന്ന് ചെയ്യാം. ഞാനിവിടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ലൈബ്രറിയിൽ തന്നെയാണ്. അവിടെ ഒരു 6 മണി 6:30 7 മണി വരെ ഞാൻ ലൈബ്രറിയിൽ സ്പെൻഡ് ചെയ്ത ദിവസങ്ങളുണ്ട്. ഇത് ഇത്രയുമാണ് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ശരിക്കും ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണ് ഇവിടെ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ടീച്ചേഴ്സായാലും JK സാർ ആകട്ടെ, ഷമീം സാർ ആകട്ടെ, രമേശ് സാർ ആകട്ടെ, അനുശ്രീ മിസ് ആവട്ടെ, ഇവിടെയൊക്കെ ക്ലാസ്സസ് നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ബേസ് ലെവലിൽ തന്നെ നമുക്ക് മാത്സ് ശരിക്കും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കൃഷ്ണ സാറിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സാണ്. അതിനോടൊപ്പം ഞാനിവിടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് മുതൽ ഞാൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ശരിക്കും അതുമുതലേ വായിക്കുമായിരുന്നു. വായിച്ച എഡിറ്റോറിയൽസും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അഫെയർസും ബിസിനസ് അഫെയർസും എല്ലാം കറക്റ്റായിട്ട് വായിക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ മുന്നോട്ട് വരാൻ സാധിച്ചത്. പിന്നെ റീസണിങ് ക്ലാസ് ആണെങ്കിൽ റീസണിങ് നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ അവൈലബിൾ ആണ് ലൈബ്രറിയിൽ. പസിൽസ് ഒക്കെ എത്രമാത്രം പസിൽസ് ചെയ്യാവോ അത്രമാത്രം പസിൽസ് ചെയ്യുക. സ്പീഡ് നമുക്ക് വരുമ്പം ആക്യുറസിയിൽ കുറച്ച് പിന്നോട്ട് പോകുന്ന രീതിയായിരുന്നു എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് പ്രിലിംസ് ഒക്കെ ഒരു മാർക്ക് പോയിന്റ് മാർക്കിനൊക്കെ എനിക്ക് നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര സങ്കടമായിരുന്നു വന്നിരുന്നത്. പിന്നീട് ഞാൻ IBPS മിക്ക പ്രിലിംസുകളും IBPS PO എല്ലാ പ്രിലിംസും എനിക്ക് സുഖമായിട്ട് പാസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പ്രിലിംസ് പഠിച്ച് എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും GA പഠിക്കാൻ നമുക്ക് പറ്റില്ല. 6 മാസം നമുക്ക് കിട്ടുന്ന ആപ്പാട് കിട്ടുന്നത് 15-20 ദിവസം മാക്സിമം നമുക്ക് കിട്ടുന്നത്. ആ 20 ദിവസം വെച്ച് നമുക്ക് 6 മാസത്തെ GK ഒരിക്കലും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പ്രിലിംസ് പാസ് ആവുന്ന നമുക്കറിയാമല്ലോ, എക്സാം എഴുതുമ്പം തന്നെ നമ്മൾ ശരിക്കും അത് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോയാൽ മെയിൻസ് വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ 30-32ഓളം GD ടോപ്പിക്സുകൾ നമ്മൾ കവർ ചെയ്തതിൽ അതിൽ ഒരു ടോപ്പിക്ക് തന്നെയാണ് ശരിക്കും എനിക്ക് SBI PO GDയിൽ ഉണ്ടായിരുന്നത്. അത് വളരെ ആ ടോപ്പിക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എനിക്ക് അതിനെക്കുറിച്ച് കുറേയേറെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കും കൂടെ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം GD ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം വരുവാണെങ്കിൽ ബാങ്കിങ് അവയർനെസ്സിനെ കുറിച്ചാണ്. നമുക്കിവിടെ JK സാറിനുള്ള നോട്ട്സ് ഉണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തരുന്ന ഒരു ഫാക്കൽറ്റി മെമ്പേഴ്സാണ് നമുക്കിവിടെ ICDയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് ഇനിയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ശരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ക്ലാസ്സസ് നല്ലതുപോലെ ഫോളോ ചെയ്യുക. ബേസ് കറക്റ്റായിട്ട് നമുക്കിവിടെ ശരിക്കും കറക്റ്റായിട്ട് നമുക്ക് ബേസ് നമുക്ക് അറിഞ്ഞ് നമുക്ക് ക്ലാസ് കിട്ടുന്നതായിരിക്കും. ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് ഇവിടുന്ന് ശരിക്കും സുഗമമായി ലഭിക്കുന്നതാണ്. ടീച്ചേഴ്സ് ഇവിടെ 100% എഫോർട്ട് നമ്മളിടും. അതോടൊപ്പം നമ്മളും നമ്മുടെ 100% എഫോർട്ട് ഇടുകയാണെങ്കിൽ സുഖമായിട്ട് ആർക്ക് വേണമെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ബാങ്കിങ് എക്സാം.